അവർ TV 24/7 വാർത്താ വാരാന്ത്യത്തിലേക്കും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം ഇതിൻ്റെ പ്രക്ഷേപണം നടത്താൻ കഴിയാതെ പോയതിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ ഈ വാർത്താ വാരാന്ത്യത്തിൽ ആദ്യമായി തന്നെ ഞങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ എല്ലാം ഇതിഹാസ പുരുഷൻ എന്ന് വേണമെങ്കിൽ വിലയിരുത്താവുന്ന, രാഷ്ട്രീയത്തിൽ ഒരു കുലപതി എന്ന നാമകരണം ചെയ്യാൻ കഴിയുന്ന, കേരളത്തിൻ്റെ ജനതയുടെ സ്വന്തം എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന നമ്മുടെ എല്ലാമായ മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ആചാര്യനുമായ VS അച്യുതാനന്ദൻ്റെ വിയോഗത്തിൽ അവർ TV 24/7 ക്രൂവും അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഒരു വാർത്താ പ്രാധാന്യം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. വിസ് എയർ ടു എക്സിറ്റ് അബുദാബി ഓപ്പറേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ന് കഴിഞ്ഞ കാലങ്ങൾ പോലെയല്ല, മലയാളികൾ പലപ്പോഴും മുൻകാലങ്ങളിലെല്ലാം തന്നെ അവധി ദിവസങ്ങൾ വരുമ്പോൾ കേരളത്തിലേക്ക് പോവുകയും സ്വന്തം കുടുംബങ്ങളുമായിട്ട് യോജിക്കുകയും പിന്നെ തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു പ്രവണത മാറി ഇന്ന് ഏറ്റവും കൂടുതൽ വിദേശയാത്ര ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ടിരിക്കുകയാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിസ് എയറിൻ്റെ അബുദാബിയുടെ ഓപ്പറേഷൻ നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രതിസന്ധികളാണ് ഈ ഒരു സമയത്ത് നമ്മുടെ മലയാളികൾ നേരിടാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ മുൻകൂർ ബുക്ക് ചെയ്തിട്ടുള്ള വിദേശയാത്രകൾ, ടൂർ പ്രോഗ്രാംസുകളുണ്ട്. അതുപോലെ തന്നെ ഇനി പോകാനുള്ള ചില പ്രോഗ്രാംസുകൾ ഒക്കെ തന്നെ ഇത് പ്രതികൂലമായി ബാധിക്കും. സെപ്റ്റംബർ 1 മുതലാണ് ഈ ഒരു യാത്ര നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ നമ്മുടെ പ്രേക്ഷകരും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെടുകയും അതിൻ്റെ മറ്റു ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സുകൾ എന്താണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് പ്രത്യേകിച്ചും ദുബൈയിൽ, ഷാർജയിൽ താമസിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു വാർത്തയാണ്. ട്രാവലിംഗ് ഫ്രം ദുബായ് ടു ഷാർജ ഡെയിലി റൂട്ട് ഒരു വലിയ പ്രതിസന്ധിയാണ്. ഡേ ബൈ ഡേ അതിൻ്റെ ട്രാഫിക്കിൻ്റെ ഫ്ലോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ ചെലവിട്ടുകൊണ്ടാണ് നമ്മുടെ ഈ ബോർഡർ ക്രോസ് ചെയ്യുന്നത്. ഈ ഒരു കഞ്ചക്ഷൻ അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിൻ്റെ ഈ ഒരു ഭീകരമായൊരു അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് റൂട്ട് കൂടി ദുബായ് RTA ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ജൂലൈ 25 മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പുതിയ റൂട്ട് തുടങ്ങുന്നത് E308 കണക്റ്റിംഗ് ഫ്രം സ്റ്റേഡിയം ബസ് സ്റ്റേഷൻ, അതായത് ലുലുവിലുള്ള ലുലു സ്റ്റേഡിയം, നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ലുലുവിൻ്റെ സ്റ്റേഡിയത്തുള്ള ആ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെയുള്ള ആ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഷാർജയിലെ അൽ ജുബൈൽ ബസ് സ്റ്റേഷനിലേക്ക് ഒരു പുതിയ റൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെയധികം ഉപകാരമായിരിക്കും. കാരണം എല്ലാ ഈ ട്രെയിൻസ് RTA നിന്ന് വന്ന് ഇറങ്ങിയാൽ ഉടനെ തന്നെ നമുക്ക് ആ ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് തന്നെ ജബലാലിയിലേക്ക്, ഷാർജയിലേക്ക് വരാനുള്ള ഒരു പുതിയ റൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് അറിയാത്തവരെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കൊരു ആൾട്ടർനേറ്റീവ് റൂട്ട് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. ഇത് ആവശ്യമുള്ളവർ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം, അതായത് വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് താമസിക്കരുതെന്ന് ദുബായ് എമിഗ്രേഷൻ അതോറിറ്റി മേധാവി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മലയാളികൾ ഈ ഒരു രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധക്കാരോ സ്വന്തക്കാരോ അതുപോലെ തന്നെ നമ്മളുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ആശ്രിതരോ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിന് വിധേയമായിക്കൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ നീക്കണം. മലയാളികൾ എന്നും UAEക്ക് ഒരു മാതൃകയാണ്. അതുകൊണ്ട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേണം നമ്മുടെ വിസ കാലാവധി കഴിഞ്ഞ് ഒട്ടുള്ളവർ ഇവിടെ നിൽക്കേണ്ടത്. അതിന് ഏതെങ്കിലും രീതിയിൽ വിസ മറ്റു കമ്പനിയിലേക്കൊക്കെ മാറാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒക്കെ തന്നെ അതിൻ്റെ നിയമാനുസൃതമായ രീതിയിൽ കൈകാര്യം ചെയ്യണം. ഒരിക്കലും നിയമം ലംഘിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നല്ലൊരു സന്തോഷ വാർത്ത എന്നത് പ്രത്യേകിച്ചും ഞങ്ങളെല്ലാം നമ്മുടെ ഒരു ഹോം കൺട്രി, നമ്മുടെ രാജ്യം കഴിഞ്ഞാൽ നമ്മുടെ
അതേ രീതിയിൽ തന്നെ നമ്മുടെ മാതൃരാജ്യത്തെ പോലെ നമ്മൾ സ്നേഹിക്കുന്ന UAE എന്നത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി അബുദാബി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ പത്രങ്ങളിലൊക്കെ തന്നെ ദുബൈയും അജ്മാനും ഒക്കെ തന്നെ അതേ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു ഓൺലൈൻ വളരെ പ്രബലമായ നമ്പിയോ എന്ന ഒരു ഓൺലൈൻ സർവേയാണ് ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും UAEയുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സിൽ ഞങ്ങളും ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്നത് കഴിഞ്ഞ ആഴ്ച വന്ന ഗൾഫ് ന്യൂസിലൊരു വാർത്തയാണ്. എമിറേറ്റ്സ് എയർലൈൻസ് ഒരു വലിയ തോതിലുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എയർലൈൻ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു ഒരു വൺ ഓഫ് ദ വേൾഡ് നടക്കുന്ന ഒരു ലാർജസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പയിനാണ് ഇപ്പോൾ എമിറേറ്റ്സ് നടത്തുന്നത്. വിവിധ തസ്തികയിലേക്കുള്ള വേക്കൻസികളാണ് അവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതുമായി ഏവിയേഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ കുട്ടികളായിരുന്നാലും ഉദ്യോഗാർത്ഥികളായിരുന്നാലും ഒക്കെ തന്നെ ഈ ഒരു കാര്യം പരസ്പരം ഈ ഒരു കൈമാറ്റം ചെയ്യുകയും ആശയവിനിമയം നടത്തി നമ്മളിൽ ആർക്കെങ്കിലും ഈ ഒരു അവസരം ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നല്ലൊരു അവസരമാണ് നിങ്ങൾക്കായി എമിറേറ്റ്സ് ഒരുക്കി വച്ചിരിക്കുന്നത്. വാർത്താ അവലോകനവുമായി വീണ്ടും ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajman.